ചാപ്റ്റർ 5 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഡബിൾ സാൾട്ടും കോംപ്ലക്സ് സാൾട്ടും ആണ്. ഈ ഡബിൾ സാൾട്ടും കോംപ്ലക്സ് സാൾട്ടും എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ഇൻ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. അതായത് രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ഒരു റേഷ്യോയിൽ ഒന്നിക്കുമ്പോഴാണ് ഈ പറയുന്ന ഡബിൾ സാൾട്ടും കോംപ്ലക്സ് സാൾട്ടും ഫോം ആവുന്നത്. ഇനി എങ്ങനെയാണ് ഈ രണ്ട് സാൾട്ടുകൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത് ദേ ക്യാൻ ഡിസോസിയേറ്റ് ഇൻടു സിംപ്ലസ്റ്റ് അയോൺസ്, ഡിസോസിയേറ്റ് ഇൻടു സിംപിൾ അയോൺസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഡബിൾ സാൾട്ടിന് എക്സാമ്പിൾ ആണ് മോർ സാൾട്ട്. ഓക്കെ, ഇനി കോംപ്ലക്സ് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഡിസോസിയേറ്റ് ഇൻടു സിംപ്ലസ്റ്റ് അയോൺ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഡു നോട്ട് ഡിസോസിയേറ്റ് ഇൻടു സിംപിൾ അയോൺസ്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് സാൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഓക്കെ, കോംപ്ലക്സ് സാൾട്ട് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഫോർ എക്സാമ്പിൾ ആദ്യം പറയാം. CuNH3 4 times Cl2. ഇനി നമുക്ക് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ അറിയാം ഈ Cu എന്ന് പറയുന്നത് ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. ഓക്കെ, ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ ടേംസ് ഉണ്ട് പുതിയതായിട്ടുള്ളത്. അത് ആദ്യം പഠിച്ചു വെക്കണം. നല്ല രീതിയിൽ അതെന്തൊക്കെയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ ഒരു പരിധി വരെ എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഈ Cu എന്ന് പറയുന്നത് അഥവാ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം കിടക്കുന്നത്, ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്നത് എന്താണോ അതായിരിക്കും എന്ത്, സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് പറയും. ലൂയിസ് ആസിഡ്. ഓക്കെ, അടുത്തത് ഈ NH3 4 times. ഈ NH3 എന്ന് പറയുന്നതാണ് ഇതിലെ ലിഗാൻഡ്. ഓക്കെ, ഇതിലെ ലിഗാൻഡ്. ഈ ലിഗാൻഡിനെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയാം. ലൂയിസ് ബേസ്. ഓക്കെ, അടുത്തത് ഈ ഒരു മൊത്തം ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിലുള്ള മൊത്തം ഐറ്റത്തിനെ നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ എൻറ്റിറ്റി അഥവാ കോർഡിനേഷൻ സ്ഫിയർ. ഓക്കെ, ഇതിനുള്ളിലുള്ള മൊത്തം പറയുന്നതാണ് കോർഡിനേഷൻ സ്ഫിയർ. ഇനി ഇതിന് പുറത്ത് കിടക്കുന്ന ഈ Cl2 എന്ന് പറയുന്ന പേരാണ് കൗണ്ടർ അയൺ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി അഥവാ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പുറത്ത് കിടക്കുന്ന നമ്മൾ പറയുന്ന പേരാണ് അയോണൈസേഷൻ സ്ഫിയർ. ഓക്കെ, ഇതിനെ പറയുന്ന പേര്, ഇതിന് പുറത്ത് കിടക്കുന്ന പറയുന്ന പേരാണ് അയോണൈസേഷൻ സ്ഫിയർ. ഈ കൗണ്ടർ അയൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബാലൻസ് ചാർജ്. ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൗണ്ടർ അയൺ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബാലൻസ് ചാർജ്. ഓക്കെ, വേറെ കാര്യം അറിയിക്കേണ്ടത് വെച്ചാൽ ഈ ലിഗാൻഡിലുള്ള അയൺസ് എല്ലാം, ഈ ലിഗാൻസ് മൊത്തം ഈ സെൻട്രൽ ആറ്റത്തോട് ബോണ്ട് ചെയ്തിട്ടായിരിക്കും. സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് ഈ ലിഗാൻസ് ബോണ്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഇതിന്റെ കോർഡിനേഷൻ സ്ഫിയർ, ഈ പറഞ്ഞ ഈ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള കോർഡിനേഷൻ സ്ഫിയറിന്റെ ഡെഫിനിഷൻ വായിക്കാം. സെൻട്രൽ മെറ്റൽ ആൻഡ് ലിഗാൻസ് റിട്ടൺ ടുഗദർ ഇൻ ദ സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ സ്ഫിയർ. ഓക്കെ, അത് ചോദിച്ചിട്ടില്ല, എന്നാലും അറിയിക്കണമല്ലോ. പിന്നെ എന്താണ് ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ. സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ. ഓക്കെ, ഈ ലിഗാൻസ് തന്നെ പല തരത്തിലുണ്ട്. മോണോഡെന്റേറ്റ് ലിഗാൻഡും പോളിഡെന്റേറ്റ് ലിഗാൻഡും. മോണോഡെന്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമുള്ളത്, അതായത് എ ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ഓൺലി 1 ഇലക്ട്രോൺ പെയർ. ലിഗാൻസ് എന്ന് പറഞ്ഞ സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ ആണ്. അപ്പോൾ അതുപോലെ ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് 1 ഇലക്ട്രോൺ പെയർ, ഓൺലി 1 ഇലക്ട്രോൺ പെയർ ഈസ് നോൺ ആസ് മോണോഡെന്റേറ്റ് ലിഗാൻഡ്. മോണോഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിളുകളാണ് H2O, നമ്മുടെ വെള്ളം, അതുപോലെ തന്നെ NH3, Cn-. ഓക്കെ, ഇതൊക്കെ മോണോഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ്. ഇനി പോളിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് മോർ ദാൻ 1 ഇലക്ട്രോൺ പെയർ. ഓക്കെ, ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് മോർ ദാൻ 1 ഇലക്ട്രോൺ പെയർ. ഓക്കെ, അതിന് എക്സാമ്പിളുകളാണ് നമ്മുടെ EDTA, അതുപോലെ തന്നെ ഓക്സലേറ്റ് അയൺ, പിന്നെ എക്സാമ്പിൾ ഉണ്ട്, അതായത് ഈഥൈൽ ഡയമൈൻ, അങ്ങനെയുള്ളതൊക്കെ. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് EDTA പറ്റിയാണ്. EDTA പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. EDTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് നമ്മൾ പറഞ്ഞു മോർ ദാൻ 1 ലിഗാൻഡ് ഉള്ളതിനാണ് നമ്മൾ പറയാ പോളിഡെന്റേറ്റ് ലിഗാൻഡ് പറയാം. അതിന് എക്സാമ്പിൾ ഇപ്പോൾ മോണോഡെന്റേറ്റ് നമ്മൾ പറയും ഡൈഡെന്റേറ്റ് ലിഗാൻഡ്, ട്രൈഡെന്റേറ്റ് ലിഗാൻഡ്, മൂന്നെണ്ണം ട്രൈഡെന്റേറ്റ് ലിഗാൻഡ്, നാലെണ്ണം ടെട്ര, അതുപോലെ 6 എണ്ണമുള്ളതാണ് ഇതിനെ ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് EDTA യുടെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. അത് ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ H2C, 2 H2C വരയ്ക്കുക, അത് കഴിഞ്ഞ് രണ്ടും കൂടെ കണക്ട് ചെയ്യുക, ഒരു NE കണക്ട് ചെയ്യുക, എന്നിട്ട് CH2CO കണക്ട് ചെയ്യുക, CH2CO-. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്താ പറയാ EDTA സ്ട്രക്ചർ എന്ന് പറയാം. ഇത് വരച്ച് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഇതിന്റെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞാൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക EDTA. ഓക്കെ, അടുത്തത് ഡെൻസിറ്റി ഓഫ് എ ലിഗാൻഡ്. ഒരു ലിഗാൻഡിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റഡ് ബൈ 1 ലിഗാൻഡ് എന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റഡ് ബൈ 1 ലിഗാൻഡ് സ്പീഷീസ്. ഓക്കെ, അടുത്തത് കോർഡിനേഷൻ നമ്പർ നമ്മൾ സെക്കൻഡറി ബാലൻസ് എന്ന് പറയാം. കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് മോണോഡെന്റേറ്റ് ലിഗാൻസ് അറ്റാച്ച്ഡ് ടു എ സെൻട്രൽ മെറ്റൽ ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് ലിഗാൻസ് എപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ലിഗാൻസിൽ എത്ര എണ്ണം മോണോഡെന്റേറ്റ് ലിഗാൻസ് ആണ്, ദ നമ്പർ ഓഫ് മോണോഡെന്റേറ്റ് ലിഗാൻസ് അറ്റാച്ച്ഡ് ടു സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, അത് നമ്മൾ എന്താ പറയാ കോർഡിനേഷൻ നമ്പർ എപ്പോഴും സെക്കൻഡറി ബാലൻസിയോട് ഈക്വൽ ആയിരിക്കും. ഈ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, സെക്കൻഡറി ബാലൻസി കോർഡിനേഷൻ നമ്പർ ആണെങ്കിൽ പ്രൈമറി ബാലൻസി ഉണ്ടാവുമല്ലോ. പ്രൈമറി ബാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഈ പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒരു ചേഞ്ച് കൂടാതെ എഴുതുന്ന ഓക്സിഡേഷൻ നമ്പറിനാണ് നമ്മൾ എന്താ പറയാ പ്രൈമറി ബാലൻസി എന്ന് പറയാം. സെക്കൻഡറി ബാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കോംപ്ലക്സുകളെ പറ്റി പഠിക്കാം. ഹോമോലെറ്റിക് കോംപ്ലക്സ് ഉണ്ട്, ഹെറ്ററോലെറ്റിക് കോംപ്ലക്സ് ഉണ്ട്. ഹോമോലെറ്റിക് കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊബാൾട്ട്, Cl3. ഓക്കെ,
ഇതൊരു എക്സാമ്പിൾ ആണ്, പഠിച്ചിട്ടില്ല. പക്ഷേ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഒരു ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഉണ്ടാവും, ഒന്നെങ്കിൽ മോണോഡെന്റേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ പോളിഡെന്റേറ്റ്, അതായത് ഡൈഡെന്റേറ്റ്, ടെട്രാഡെന്റേറ്റ് അങ്ങനെ. ഓക്കെ, പിന്നെ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നതായിരിക്കും കണ്ടെയ്ൻസ് ഡിഫറെന്റ് ലിഗാൻസ്, കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ്. ആ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. CR NH3 പ്രൈസ് H2O പ്രൈസ് Cl3. ഇപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അത് രണ്ടും ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ ക്രോമിയാണ് CR. ഓക്കെ, ഇനി നമുക്ക് ചിലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാം. ഈ പേരുകൾ മറന്നു പോയത് ഇതിന്റെ ഡെഫിനിഷനും അത് മാത്രമാണ് ഇമ്പോർട്ടന്റ്, എക്സാമ്പിളുകളല്ല, ഡെഫിനിഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചിലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഡെന്റേറ്റ് ലിഗാൻസ് ആണ്. ഓക്കെ, അതായത് കാര്യം പോളിഡെന്റേറ്റ് ലിഗാൻസ് ആണ്. ഇനി പോളിഡെന്റേറ്റ് ലിഗാൻസ് which can form ring structured complex, they can form ring structured complex, ring structured complex. അതിനാണ് നമ്മൾ ചിലേറ്റ് ലിഗാൻസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, എത്തിലീൻ ഡയമീൻ. ഓക്കെ, റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പോളിഡെന്റേറ്റ് ലിഗാൻസിനാണ് നമ്മൾ എന്താ പറയാ, ചിലേറ്റ് ലിഗാൻസ് എന്ന് പറയാം. ഇനി പോളി എന്ന് പറഞ്ഞാൽ ലിഗാൻസ് ഒരെണ്ണത്തിൽ കൂടുതൽ, മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ഡെന്റേറ്റ് അഥവാ ഡെന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റഡ് ബൈ വൺ ലിഗാൻഡ്. അത് രണ്ടും കൂടി കൂടി ചേരുമ്പോഴാണ് പോളിഡെന്റേറ്റ് ലിഗാൻസ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചിലേറ്റ് ലിഗാൻഡ് പഠിച്ചു. ഇനി ചിലേറ്റ് കോംപ്ലക്സസ് എന്താണെന്ന് പഠിക്കാം. ചിലേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ് ഉണ്ടാക്കും. ആ റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസിനെയാണ് നമ്മൾ എന്താ പറയാ, ചിലേറ്റ് കോംപ്ലക്സസ് എന്ന് പറയാം. അതായത് റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ് മേഡഡ് ബൈ പോളിഡെന്റേറ്റ് ലിഗാൻസ് ആർ കോൾഡ് ചിലേറ്റ് കോംപ്ലക്സസ്. ഓക്കെ, ഇനി ചിലേഷൻ എന്താണ് പഠിക്കാം. ചിലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫോർമേഷൻ ഓഫ് ദിസ് റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ് ഈസ് നോൺ ആസ് വാട്ട്, ചിലേഷൻ. ഓക്കെ, ഫോർമേഷൻ ഓഫ് റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ്, റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ്. ഇനി പഠിക്കാനുള്ളത് ചിലേറ്റ് എഫക്ട് എന്താണ്. എഫക്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി എൻഹാൻസിംഗ് എഫക്ട് ഓഫ് ചിലേറ്റ് ലിഗാൻസ്. ഓക്കെ, അത് പഠിച്ചോ. സ്റ്റെബിലിറ്റി എൻഹാൻസിംഗ് എഫക്ട് ഓഫ് ചിലേറ്റ് ലിഗാൻസ്. ഇതിൽ ചിലേറ്റ് എഫക്ട് മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് എന്താണ്, പോളിഡെന്റേറ്റ് ലിഗാൻഡ് റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസ് ഉണ്ടാക്കുന്നു. ചിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഫോർമേഷൻ, ഈ ഉണ്ടാവുന്ന ഫോർമേഷനെയാണ് നമ്മൾ എന്താ പറയാ, ചിലേഷൻ എന്ന് പറയാം. പിന്നെ ചിലേറ്റ് കോംപ്ലക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഈ റിംഗ് സ്ട്രക്ചർഡ് കോംപ്ലക്സസിനെയാണ് ചിലേറ്റ് കോംപ്ലക്സസ് എന്ന് പറയാം. അവസാനമായിട്ട് പഠിച്ചത് ചിലേറ്റ് എഫക്ട് ആണ്. അത് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി, ഇതിന്റെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് എന്താ പറയാ, ചിലേറ്റ് എഫക്ട് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി നമ്മൾ പറയുന്നത് IUPAC നെയിമിംഗ് ആണ്. പേരിടൽ ചടങ്ങാണ്. പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലോറിൻ Cl വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലോറിഡോ അഥവാ ക്ലോറോ എന്നാണ് ഉപയോഗിക്കുക. ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ബ്രോമിഡോ അഥവാ ബ്രോമോ എന്നാണ് ഉപയോഗിക്കുക. അയഡിൻ വന്നു കഴിഞ്ഞാൽ അയഡിഡോ അഥവാ അയോഡോ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ ഫ്ലൂറിഡോ അഥവാ ഫ്ലൂറോ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ സയനൈഡ് വന്നു കഴിഞ്ഞാൽ സയനിഡോ അഥവാ സയനോ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ അമോണിയ വന്നു കഴിഞ്ഞാൽ അമൈൻ എന്നാണ് ഉപയോഗിക്കുക. വാട്ടർ വന്നു കഴിഞ്ഞാൽ എക്കോ എന്ന് ഉപയോഗിക്കും. പിന്നെ CO കാർബണൈൽ ഗ്രൂപ്പ്, പിന്നെ OS എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിഡോ, പിന്നെ CO3 2- വന്നു കഴിഞ്ഞാൽ കാർബോണേറ്റോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിഡെന്റേറ്റ് ലിഗാൻസ് ആണ്. ഓക്കെ, ഇത് SCN വരുന്നുണ്ട്, NCS വരുന്നുണ്ട്. അപ്പോൾ ഇത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, അത് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോ. ഇങ്ങനത്തെ ലിഗാൻസ് വരുമ്പോൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. SCN ആണ് വരുന്നെങ്കിൽ തയോസൈനാറ്റോ എന്നാണ് ഉപയോഗിക്കുക. അതേസമയം NCS ആണെങ്കിൽ നോ കോപ്പിറൈറ്റ് സൗണ്ട് എന്നല്ല, ഐസോ തയോസൈനൈറ്റോ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി NO2 മൈനസും ONO അത് ഇതുപോലത്തെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് തന്നെയാണ്. അതിന് കാരണം ഇവിടെ N2O, അതിനാണ് ഇവിടെ ഇരിക്കുന്നത് N2O. അപ്പോൾ NO2 മൈനസ് എന്ന് പറഞ്ഞാൽ നൈട്രേറ്റോ N എന്നും, കാരണം ഇവിടെ N ആദ്യം വന്നു. ഓക്കെ, പിന്നെ ONO മൈനസ് എന്ന് പറഞ്ഞാൽ നൈട്രേറ്റോ O എന്നാണ് വരിക, കാരണം ഇവിടെ O ആദ്യം വന്നു. ഇത് മറക്കരുത്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് SO4 2- അത് സൾഫേറ്റോ, സൾഫറിന്റെ ഗ്രൂപ്പാണ്, സൾഫേറ്റോ എന്ന് വരും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥയിലെ നായകനാണ് EN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഥേൻ 1,2 ഡയമൈൻ. ഇത് മറക്കരുത്, ചിലപ്പോൾ E എന്ന് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കാണാം NH2 CH2 CH2 NH2. ഓക്കെ, അത് പഠിക്കാം. പിന്നെ എന്താണ് C2O4 2-. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഓർമ്മ വരില്ല, പക്ഷേ പഠിച്ചു വെക്കണം. ഓക്സലേറ്റോ എന്നാണ് പറയാം, ഓക്സലേറ്റോ എന്ന് വരും. ഇനി നമുക്ക് നെയിമിംഗ് ചെയ്ത് പഠിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാറ്റയോൺ വരുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ആനയോൺ വരുന്നുണ്ടെങ്കിൽ അവസാനം ഈ പേര് എഴുതിയ അവസാനം 8 എന്ന് ഉപയോഗിക്കണം. ഓക്കെ, കാറ്റയോൺ വരുമ്പോൾ കുഴപ്പമില്ല, ആന വരുമ്പോൾ നമ്മൾ 8 എന്ന് ഉപയോഗിക്കണം. ഓക്കെ, അത് ചെയ്ത് നമ്മൾ നെയിമിംഗ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കാം. ഇതിൽ നമുക്ക് സെൻട്രൽ മെറ്റൽ ആയിട്ട് അറിയാം CO കൊബാൾട്ട് ആണ്. NH3 5 ടൈംസ് ഉണ്ട്. ഓക്കെ, 5 ടൈംസ് ഇവിടെ നമ്മൾ എഴുതി തുടങ്ങും. 5 നമ്മൾ എഴുതാം പെൻഡ. ഓക്കെ, പെൻഡ. ഓക്കെ, പിന്നെ എന്താണ് പെൻഡ ഉള്ളത്, ഇതിനുള്ളിൽ ഇരിക്കുന്ന സാധനമാണ് പെൻഡ ഉള്ളത്, അഞ്ചെണ്ണുള്ളത്. ലിഗാൻഡിന്റെ പേര് ആദ്യം എഴുതും. ഓക്കെ, അത് എഴുതി ഇവിടെ ലിഗാൻഡിന്റെ പേര് ആദ്യം എഴുതും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് എന്താണ്, നമ്മൾ പഠിച്ചു അമൈൻ. അപ്പോൾ പെൻഡ അമൈൻ. പിന്നെ അടുത്തത് നമ്മൾ എഴുതുന്നത് ഇതിന്റെ അകത്തുള്ള ദിവനെയാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യം ലിഗാൻഡ് എഴുതിയിട്ട് തൊട്ടടുത്തുള്ള എഴുതണം. അത് എന്താണ്, ബ്രോമിനാണ്. നമ്മൾ ബ്രോമിൻ എന്തെന്ന് എഴുതാം, ബ്രോമിഡോ എന്നാണ്. അപ്പോൾ എഴുതാം പെൻഡ അമൈൻ ബ്രോമിഡോ. പിന്നെ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം, സെൻട്രൽ മെറ്റൽ ആറ്റം. അതുപോലെ എന്താണ്, കൊബാൾട്ട് ആണ്. അപ്പോൾ കൊബാൾട്ട് എന്ന് എഴുതാം. ഇനി കൊബാൾട്ടിന്റെ ചാർജ് എഴുതണം. ഓക്കെ, ഇനി സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് എഴുതണം. ഓക്കെ, അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് ആണ്. അപ്പോൾ നമുക്ക് അതിനെ X എന്ന് എടുക്കാം. പ്ലസ് നമുക്കറിയാം NH3 ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് നമുക്ക് 5 തവണ ഇൻറ്റു ചെയ്യണം. അത് എഴുതിയിട്ട് അപ്പോൾ ഇൻറ്റു 5 പ്ലസ് പിന്നെ വരുന്നത് BR ആണ്. BRന്റെ ചാർജ് -1 പ്ലസ് പിന്നെ ഇവിടെ BR 2 വട്ടം വരുന്നുണ്ട്. അപ്പോൾ -1 × 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊത്തം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഈക്വൽ ടു X പ്ലസ് -1 പ്ലസ് -2. -1 പ്ലസ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്. അപ്പോൾ X - 3 = 0. X = 3 എന്ന് വരും. അപ്പോൾ നമുക്ക് കൊബാൾട്ടിന്റെ ചാർജ് 3 ആണ് കിട്ടി. ഈ 3 നമുക്ക് ഇവിടെ റോമൻ ലെറ്ററിൽ എഴുതണം, റോമൻ ലെറ്റർ. ഓക്കെ, 3. ഇനി നമുക്ക് ഇവിടെ കൗണ്ടർ അയണിന്റെ പേര് കൂടെ എഴുതാം. ഇവിടുത്തെ കൗണ്ടർ അയൺ വീണ്ടും ബ്രോമിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവസാനം എഴുതാം ബ്രോമൈഡ് എന്ന് എഴുതാം, ബ്രോമൈഡ്. അപ്പോൾ നമുക്ക് പേര് കൂട്ടി പെൻഡ അമൈൻ ബ്രോമിഡോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ അടുത്തതിന്റെ പേരും ഈ സെയിം സ്റ്റെപ്പ് വെച്ച് തന്നെ എഴുതാം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ പൊട്ടാസ്യം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കണം, ആദ്യം ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പൊട്ടാസ്യം കാണാൻ പറ്റും. ഇത് ഫ്രണ്ടിലായതുകൊണ്ട് ഇത് ആനിയോൺ ആണ്. അപ്പോൾ അവസാനം 8 വരുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക്
ഇതിന്റെ പേര് എഴുതി നോക്കാം. ഇവിടെ 3 ആണ്. ഓക്കെ, പൊട്ടാസ്യം ആണ്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം എഴുതാം. പൊട്ടാസ്യം. ഇനി നമുക്ക് ലിഗാൻഡിന്റെ പേര് എഴുതാം. ഇത് പ്രകാരം ഇവിടെ നമ്മൾ സെൻട്രൽ മെറ്റൽ ചാർജ് എഴുതിയ അവസാനം ഇതിന്റെ പേരാണ് എഴുതുന്നത്, കൗണ്ട് അയോണിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം എഴുതാൻ. ഇപ്പോൾ നമ്മൾ ആനിയോൺ ഉണ്ടെങ്കിൽ ആനിയോന്റെ പേര് ആദ്യം എഴുതണം. അപ്പോൾ ആനിയോൺ ഇവിടെ പൊട്ടാസ്യം, പൊട്ടാസ്യം. ഇനി ഇത് പ്രകാരം ലിഗാൻഡിന്റെ പേര് എഴുതാം. ലിഗാൻഡ് C2O4 ആണ്. നമുക്കറിയാം C2O4 പെട്ടെന്ന് ഓർമ്മ വരില്ല, പക്ഷെ അതെന്താണ്, ഓക്സാലേറ്റ് ആണ്. ഓക്സാലേറ്റ് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ട്രൈ ഓക്സാലേറ്റോ എന്ന് എഴുതണം. ട്രൈ ഓക്സാലേറ്റോ. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. അതുപോലെ ക്രോമിയാണ്. അപ്പോൾ ക്രോമിയത്തിന് നമ്മൾ ക്രോമേറ്റ് എന്നാണ് എഴുതാൻ. ക്രോമേറ്റ്. ഇനി ഇതിന്റെ ചാർജ് എഴുതണം. ഇവിടെ ക്രോമിയത്തിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമിയത്തിന് എഴുതാൻ കാരണം ഇവിടെ 8 എന്നുള്ള പദം ഉപയോഗിക്കണം, ആനിയോൺ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ പുറത്ത് 3 മൈനസും കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൗണ്ട് അയോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ ചാർജ് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ള മൊത്തം ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ള മൊത്തം ചാർജ് എന്ന് പറയുമ്പോൾ അത് ഇതിന്റെ ചാർജ് ആയിരിക്കും, ഇതിന്റെ ഫുൾ ചാർജ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോമിയത്തിന്റെ ചാർജ് എത്ര കിട്ടും? ഇതിന് മുകളിൽ ഇരിക്കുന്നത് -3 ആണ്. അപ്പോൾ അതിന്റെ പോസിറ്റീവ് ആയിട്ട് +3 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 3 എഴുതാം റോമൻ ലെറ്ററിൽ. ഓക്കെ, അടുത്തത് ആദ്യം നമ്മൾ ലിഗാൻഡിന്റെ പേര് എഴുതും. ലിഗാൻഡ് കാർബോണൈലാണ്. കാർബോണൈൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. 4നെ നമ്മൾ ടെട്രാ എന്നാണ് പറയാ. അപ്പോൾ ടെട്രാ കാർബോണൈൽ, ടെട്രാ കാർബോണൈൽ. പിന്നെ ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആയിട്ട് ഏതാണ്? നിക്കൽ ആണ്. അപ്പോൾ നിക്കൽ, ടെട്രാ കാർബോണൈൽ, നിക്കൽ. ഇനി ഇതിന്റെ ചാർജ് എത്രയാണ് നോക്കാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാർബോണൈലിന്റെ ചാർജ് 0 എന്ന് കിട്ടും. നിക്കലിന്റെ ചാർജ് അപ്പോൾ 0 തന്നെയായിരിക്കും. 0. ഓക്കെ, 0 കിട്ടിയാൽ 0 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് പൊട്ടാസ്യം വെച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ആനിയോൺ ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ പേര് ആദ്യം എഴുതണം. ഇതപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം, ഇത് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അടുത്തത് K2NiCN4. ഓക്കെ, ഇത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആനിയോന്റെ പേര് എഴുതും, പൊട്ടാസ്യം. പിന്നെ ലിഗാൻഡിന്റെ പേര് എഴുതും. ഇത് സയനൈഡ് ആണ്. നമുക്ക് സയനൈഡിന് സൈനിഡോ അല്ലെങ്കിൽ സയാനോ എന്ന് ഉപയോഗിക്കാം. നമുക്ക് സൈനിഡോ എന്ന് ഉപയോഗിക്കാം. പൊട്ടാസ്യം, സയനിഡോ. പിന്നെ വരുന്നത് ഇത് എത്ര ഉണ്ടെന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ടെട്രാ എന്ന് വേണം. ഓക്കെ, ഇതിന്റെ ഇടയിൽ പൊട്ടാസ്യം, ടെട്രാ, സയനൈഡോ. പിന്നെ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് നിക്കൽ എന്നാണ്. അപ്പോൾ നിക്കൽ എഴുതാം, നിക്കൽ. പിന്നെ നമുക്കറിയാം ഇത് ആനിയോൺ പാർട്ട് ആദ്യം വരുന്നുണ്ട്, ആന ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8 ഉപയോഗിക്കണം. ഓക്കെ, നിക്കൽ 8. ഓക്കെ, ഇതിന്റെ ചാർജ് എത്രയാണ് കണ്ടുപിടിക്കണം. ഇതിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ചാർജ് കെയുടെ ചാർജ് 1 ആണ്. 1 × 2 രണ്ടെണ്ണം പ്ലസ് നമുക്ക് നിക്കലിന്റെ ചാർജ് ആണ് അറിയേണ്ടത്. അപ്പോൾ X പ്ലസ് സിന്റെ ചാർജ് -1 ആണ്. അപ്പോൾ -1 × 4 = 0. അപ്പോൾ നമുക്ക് കിട്ടി 2 + X + -4 = 0. അപ്പോൾ X - 2 = 0. X = 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം ഇവിടെ റോമൻ ലെറ്ററിൽ 2 എന്ന് എഴുതണം. ഓക്കെ, അടുത്തത് ഇവിടെ ക്രോമിയാണ് കൊടുത്തേക്കുന്നത്, കൊബാൾട്ട് കിട്ടും. ഓക്കെ, ഇത് എങ്ങനെ വരും? ആദ്യം ഇതിലിപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതാദ്യം എഴുതാം? ഇതെന്താണ്? എക്വയാണ്. എക്വ. ഇത് അമൈൻ ആണ്. AMMINE. ഇതിൽ ആദ്യം വരുന്നത് ആൽഫബറ്റിക് ഓർഡർ വെച്ച് വേണം നോക്കാൻ. ഇതിൽ A ആദ്യം വരുന്നു, ഇതിൽ A ആണ് ആദ്യം വരുന്നത്, ഇതിൽ M ആണ്, ഇതിൽ Q ആണ്. Q അല്ലേ രണ്ടാമത് വരാം. അപ്പോൾ ആദ്യം ഇവന്റെ പേര് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ടെട്രാ എന്ന് തുടങ്ങും. ടെട്രാ അമൈൻ. ഇനി എത്ര എക്വ ഉണ്ട്? ഡൈ എക്വ, 2 എണ്ണം, ഡൈ എക്വ. അടുത്തത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് കൊബാൾട്ട്. ഇനി ഇതിന്റെ ചാർജ് എത്രയാണ് കണ്ടുപിടിക്കണം. ഇതിവിടെ X ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം NH3 ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. H2O ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, 0 ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ -3 X - 3 എന്ന് വരും അവസാനം. അപ്പോൾ = 0. X = +3 എന്ന് വരും. ഇവിടെ കൊബാൾട്ട് 3 ആവും. പിന്നെ നമുക്ക് അവസാനം ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ക്ലോറൈഡ് കൂടെ എഴുതാം, ക്ലോറൈഡ്. അടുത്തത് CONH3 CSO4 Cl ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആദ്യം ഇതിന്റെ പേര് 5 പെൻഡ, പെൻഡ അമൈൻ, പെൻഡ അമൈൻ. ഇവിടെ ഇത് എന്താണ്? സൾഫർ ആണ്. സൾഫർ നമ്മൾ പേര് പഠിച്ചിട്ടുണ്ടല്ലോ, സൾഫർ സൾഫേറ്റോ, പെൻഡ അമൈൻ സൾഫേറ്റോ. പിന്നെ നമ്മൾ എഴുതുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര്, ഇത് കൊബാൾട്ട് ആണ്. സൾഫേറ്റോ, കൊബാൾട്ട്. ഇനി ഇതിന്റെ ചാർജ് എത്രയായിരിക്കും? നമുക്കറിയാം NH3 0 ആയിരിക്കും. പിന്നെ SO4ന്റെ 2- ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇവിടെ SO4 2-. അപ്പോൾ 2- അപ്പോൾ -2 ആണ് ഇതിന്റെ ചാർജ്. പിന്നെ ക്ലോറിന്റെ -1 ആണ് ചാർജ്. അപ്പോൾ -2 + -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആയിരിക്കും. -3 എന്ന് പറയുമ്പോൾ X - 3 = 0. അപ്പോൾ X = 3 എന്ന് വരും. നമുക്ക് ഒരിക്കലും ഇവിടെ എഴുതുന്നത് -3 എന്ന് എഴുതാൻ പറ്റില്ല. എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരാം, അത് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ എന്ത് മൈനസ് വാല്യൂ നല്ല പോസിറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൊബാൾട്ട് 3. അവസാനം ഇവിടെ പുറത്തുണ്ടായവനാണ് ക്ലോറൈഡ്, ക്ലോറൈഡ്. ഓക്കെ, ഇനി അവസാനത്തെ എന്താണ്? ക്രോമിയം. NH3 4 times Cl2Br. ഇതെങ്ങനെ എഴുതാം? നമുക്ക് ഇതിന്റെ പേര് 4 എണ്ണം, ടെട്രാ, ടെട്രാ അമൈൻ. പിന്നെ ക്ലോറിനാണ് വരുന്നത്. അത് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഡൈക്ലോറിഡോ. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് ക്രോമിയം, ഡൈക്ലോറിഡോ, ക്രോമിയം. ഇനി ഇതിന്റെ ചാർജ് കണ്ടുപിടിക്കാം. ഇതിന്റെ ചാർജ് എങ്ങനെ വരും? NH3 നമുക്കറിയാം 0 ആണ്. പിന്നെ ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 ആയിരിക്കും. പിന്നെ ഇവിടെ Br ബ്രോമിൻ വരുന്നുണ്ട്. ബ്രോമിന്റെ നമുക്കറിയാം 1 ആയിരിക്കും. അപ്പോൾ 2ഉം 1ഉം കൂടെ ആവുമ്പോൾ 3 ആവും. ഓക്കെ, അപ്പോൾ X - 3 = 0. X = 3 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൈക്ലോറിഡോ, ക്രോമിയം 3. ഇവിടെ പുറത്തുള്ള കൗണ്ട് അയൺ ബ്രോമിൻ, ബ്രോമൈഡ് വരും. ഓക്കെ, ടെട്രാമൈൻ, ഡൈക്ലോറിഡോ, 3 ബ്രോമൈഡ്. അപ്പോൾ നമുക്ക് നെയിമിംഗ് IUPAC നെയിമിംഗ് ഒരു വിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇത് നമ്മൾ പേര് ഇതിന് പേര് എഴുതാൻ ചെയ്തത്. ഇനി പേര് തന്നിട്ട് ഈ കോമ്പൗണ്ടിന്റെ എഴുതാൻ പറ്റും. ഇവിടെ ടെട്രാമൈൻ, ക്ലോറിഡോ, കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ടെട്രാമൈൻ, ക്ലോറിഡോ 3 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചാർജ് 3 ആയിരിക്കും. കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, ക്ലോറൈഡ് ആണ് കൗണ്ട് അയൺ. ഓക്കെ, ക്ലോറൈഡ് പുറത്ത് വരും. 3 അമൈൻ വരും. പിന്നെ അക്വ, അപ്പോൾ H2O വരും. പിന്നെ ക്ലോറിഡോ വരും, Cl വരും. ഓക്കെ, അപ്പോൾ അതിന്റെ പേര് കമന്റ് ബോക്സിൽ ഇടാം. അടുത്തത് പറയുന്നത് ഐസോമേഴ്സ് ആണ്. ഐസോമേഴ്സ് 2 തരത്തിൽ വരുന്നുണ്ട്. സ്ട്രക്ചറൽ ഐസോമേഴ്സോ, ജോമെട്രിക്കൽ ഐസോമേഴ്സോ. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ ഉള്ളിലെ അറേഞ്ച്മെന്റ്സ്, ഡിഫറൻസ് ഇൻ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഡിഫറൻസ് ഇൻ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് ആണ്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ ജോമെട്രി അഥവാ ഷേപ്പ്, ഡിഫറൻസ് ഇൻ
ഓക്കെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഐസോമറിസം ഉണ്ട്. ഞാനൊരു ഫ്ലോ ചാർട്ട് പോലെ വെച്ചിട്ടുണ്ട്, അത് എളുപ്പം പഠിക്കാം. സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വരുന്നതാണ് അയോണൈസേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, ഹൈഡ്രേറ്റ് ഐസോമറിസം. അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ ഗിവൺ സൊല്യൂഷനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺസ് വരുന്നതാണ് അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയാം. അഥവാ ഇന്റർചേഞ്ച് ഓഫ് അയൺസ് ഫ്രം കോർഡിനേഷൻ സ്ഫിയർ. ഇത് ഡെഫിനിഷൻ പഠിച്ചില്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ പറയാം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കാം, CO NH3 5Br SO4. ഇതിന്റെ അയോണൈസേഷൻ ഐസോമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഇവിടെ എഴുതാം CONH3 5 ടൈംസ് ഇവിടുത്തെ ഈ ബിആറിനെ പുറത്തോട്ടിടാം. ഓക്കെ, എന്നിട്ട് SO4നെ അകത്തോട്ടിടാം. ഈ ഇന്റർചേഞ്ച് നമ്മൾ എന്ത് പറയാം, അയോണൈസേഷൻ ഐസോമർ പറയാം. ഇതിവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺസ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ SO4Br ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് അയോണൈസേഷൻ ഐസോമറിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം എപ്പോഴും ആംബിഡെന്റേറ്റ് ലിഗാൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ആംബിഡെന്റേറ്റ് ലിഗാൻസ്. ഓക്കെ, ഇനി എന്താണ് ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലിങ്കേജ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗാൻഡ്. ഡിഫറൻസ് ഇൻ ദ ലിങ്കേജ് ബിറ്റ്വീൻ സെൻട്രൽ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. ഡിഫറൻസ് ഇൻ ലിങ്കേജ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗാൻഡ്. ഇനി എക്സാമ്പിൾ കാണിക്കുമ്പോൾ എളുപ്പവും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ CONH3 6 times, NO2 3 times and CONH3 6 times. ഇവിടെ ആംബിഡെന്റേറ്റിന്റെ ലിങ്ക് ഇന്റർചേഞ്ച് ആണ്. ഇവിടെ NO2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ONO ആവും. അതാണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ONO 3 times. ഓക്കെ, ഇതാണ് ഇവിടെ ലിങ്കേജ് ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ. ഇവിടെ NO2 ആയിരുന്നു, ഇവിടെ ONO ആയി. ഇതിൽ ആംബിഡെന്റേറ്റ് ലിഗാൻസിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SCN ഉണ്ടല്ലോ, അത് NCS ആവും. ഓക്കെ, അതും ഇതിനുള്ള എക്സാമ്പിൾ ആണ്. ആംബിഡെന്റേറ്റ് ലിഗാൻസിന്റെ ലിങ്കേജ് ഐസോമറിസത്തിനുള്ള എക്സാമ്പിളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലിങ്കേജ് ഇൻ സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗാൻഡ്. ഇനി പറയുന്നത് കോർഡിനേഷൻ ഐസോമർ ആണ്. കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ് ബിറ്റ്വീൻ ആയോൺ ആൻഡ് കാറ്റയോൺ. ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ് ബിറ്റ്വീൻ ആനയോൺ ആൻഡ് കാറ്റയോൺ. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CrNH3 6 COCN6 ഇത് ഒരു കോമ്പൗണ്ട്, അതുപോലെ ഒരു കോമ്പൗണ്ട് ഉണ്ട് ആൻഡ് CONH3 6 ടൈംസ്. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ സാധനം അപ്പുറത്തോട്ടും ആ സാധനം ഇപ്പുറത്തോട്ടും വന്നു. ഇവിടെ എന്തിന്റെ ഇന്റർചേഞ്ച് ആണ് ഉണ്ടായത്, ലിഗാൻസിന്റെ ഇന്റർചേഞ്ച്. ഈ ലിഗാൻഡ് ഇപ്പുറത്തോട്ടും ഈ ലിഗാൻഡ് ഇപ്പുറത്തോട്ടാണ് വന്നത്. അത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഇതും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും മതി. സെൻട്രൽ മെറ്റൽ ആറ്റംസ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതും പിന്നെ ഇത് മൊത്തം കോമ്പൗണ്ട് ആട്ടാ CrCN6. ഓക്കെ, ഇത് രണ്ടും. ഓക്കെ, ഇത് രണ്ടല്ല, ഒറ്റ കോമ്പൗണ്ട് ആണ്, ഇതൊറ്റ കോമ്പൗണ്ട് ആണ്. ഇത് എക്സാമ്പിൾ ആണ് ഇതിന്റെ കോർഡിനേഷൻ ഐസോമറിസത്തിന്റെ. അവസാനമായിട്ടുള്ളതാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ, ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് H2O മോളിക്യൂൾസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എക്സാമ്പിൾ തരാം, CrH2O 6 Cl3. ഓക്കെ, ഇതിന്റെ ഒരു ഹൈഡ്രേറ്റ് ഐസോമർ പറഞ്ഞിരിക്കും CrH2O. ഇതിന് ഒരു വാട്ടർ മോളിക്യൂൾ കളഞ്ഞു 5 ആയി. ഓക്കെ, ഡിഫറൻസ് ഇൻ വാട്ടർ മോളിക്യൂൾ ആണല്ലോ. അപ്പോൾ വാട്ടർ മോളിക്യൂൾ കളയുന്നതോറും ഈ CL അകത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ Cl2 പിന്നെ ഒരു Cl പുറത്തുണ്ട്, അപ്പോൾ Cl2H2O. ഓക്കെ, ഇത് എക്സാമ്പിൾ ആണ്. ഇനി വാട്ടർ മോളിക്യൂൾ ആയാലോ CrH2O 4 Cl പിന്നെ ClH2O. ഇനി വീണ്ടും ഒരു എക്സാമ്പിൾ ആയാലോ, ഇവിടെ 2 H2O 2H2O പിന്നെ എക്സാമ്പിൾ ഇവിടെ CrH2O ഇവിടെ 3 വരും. ഓക്കെ, 3 Cl3H2O. ഇത് 4 എന്തിന് എക്സാമ്പിൾ ആണ്, ഹൈഡ്രേറ്റ് ഐസോമർ, ഡിഫറൻസ് ഇൻ വാട്ടർ മോളിക്യൂളിന്റെ എക്സാമ്പിളുകളാണ്. ഇനി ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ ഒരു പ്രത്യേകത പറയാം. ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ് ONO NO2 അഥവാ SCN NCS. ഇതൊക്കെ ആംബിഡെന്റേറ്റ് ലിഗാൻസിന്റെ എക്സാമ്പിൾ ആണ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡും ഡൈഡെന്റേറ്റ് ലിഗാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിഡെന്റേറ്റ് ലിഗാൻസിന് ഒരു ഡോണർ ആറ്റം ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാവുള്ളൂ. ഒരു ഡോണർ ആറ്റം വഴി സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഡൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 2 ഡോണർ ആറ്റം ഉണ്ടാവും. 2 ഡോണർ ആറ്റം വെച്ച് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ഇത് അറ്റാച്ച് ആയിരിക്കും. അതാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡും ഡൈഡെന്റേറ്റ് ലിഗാൻഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ പറ്റി പഠിക്കാം. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 2 തരമുണ്ട്, സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. അതുപോലെ തന്നെ ഫേഷ്യൽ ഐസോമറും മെറിഡിയൻ ഐസോമറും. ഫാക്ക് ആൻഡ് മെറിഡ്, സിസ് ആൻഡ് ട്രാൻസ്. ഓക്കെ, സിസ് ആൻഡ് ട്രാൻസ് കാണുന്നത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലാണ്. അതുപോലെ ഫാക്ക് ആൻഡ് മെറിഡ് കാണുന്നത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിലാണ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം, ഷേപ്പിലുള്ള ഡിഫറൻസ് ആണ്. സിസ് ഐസോമറിസം എന്താണെന്ന് നോക്കാം. ഐസോമറിസം വിച്ച് ഈസ് ഐഡന്റിക്കൽ ലിഗാൻസ് are on same side of central metal. Okay, trans isomerism എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ലിഗാൻസ് on different sides. Okay, അഥവാ opposite sides of central metal. Okay, ഇനി എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് ഇത് രണ്ടും കൂടെ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PT പ്ലാറ്റിനം NH3 2Cl2. ഇതൊരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് വയ്ക്കാം. സിസ് ഐസോമറിസത്തിൽ ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ PT ഇത് നടുക്ക് വെച്ചു. ഇനി NH3 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും അറൌണ്ട് സെയിം സൈഡ്, ഐഡന്റിക്കൽ ലിഗാൻസ് എപ്പോഴും സെയിം സൈഡിൽ വരണം. NH3 രണ്ടെണ്ണം നമുക്ക് അപ്പോൾ സെയിം സൈഡിൽ വയ്ക്കാം. NH3 പിന്നെ Cl2 2 Cl ഉണ്ട്. അപ്പോൾ അതും സെയിം സൈഡിൽ Cl. ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ Cl മാത്രം, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ NH3. ഇതിനെയാണ് നമ്മൾ സിസ് ഐസോമറിസം എന്ന് പറയാം. ഇനി ഇത് കൺഫ്യൂസ് ആവരുത്, ഇത് എപ്പോഴും മനസ്സിലാക്കാം. ട്രാൻസ് ഐസോമറിസം എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വെച്ചാൽ മതി. NH3 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ NH3 പാടില്ല, ഇവിടെ Cl പാടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ Cl വെച്ചു, ഇവിടെ Cl വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ NH3 വരാൻ പാടുള്ളൂ. അഥവാ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്താവും, ഐഡന്റിക്കൽ ലിഗാൻസ് ആവും ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓക്കെ, ഇതാണ് സിസും ട്രാൻസും തമ്മിലുള്ള വ്യത്യാസം. സിസും ട്രാൻസും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലാണ് കാണാം. ഇനി ഫാക്കും മെറും ഐസോമറിസം ഉണ്ട്. ഫാക്ക് അഥവാ ഫേഷ്യൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ ലിഗാൻസ് ഓക്കിപ്പൈ ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, പിന്നെ മെറിഡിയൻ അഥവാ മെർ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ ലിഗാൻസ് ഓൺ മെറിഡിയൻ സൈഡ്. ഇതൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എടുക്കാം. ഫോർ എക്സാമ്പിൾ CONH3 thrice
ക്ലോറിൻ 3. ഓക്കെ, ഇതൊരു ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ഒക്ടാഹൈഡ്രൽ ആണോ സ്ക്വയർ പ്ലാനർ ആണോ തിരിച്ചറിയാൻ വളരെ എളുപ്പം. ഇതിവിടെ രണ്ടെണ്ണം വെച്ചോളൂ. ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇതും രണ്ടെണ്ണം ഉണ്ട്. NH3 രണ്ടെണ്ണം ഉണ്ട്, ക്ലോറിൻ രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ NH3 മൂന്നെണ്ണം ഉണ്ട്, ക്ലോറിനും മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഒക്ടാഹൈഡ്രൽ ആണ്. മറ്റേത് സ്ക്വയർ പ്ലാനർ ആണ്. ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ക് ഐസോമറൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊബാൾട്ട് ആദ്യം നടുക്ക് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് NH3 ഒരു ട്രയാങ്കുലാർ ഫേസ്. ഓക്കെ, ഒരു ട്രയാങ്കുലാർ ഫേസിൽ നമുക്ക് എന്ത് വരും? ഐഡന്റിക്കൽ ആയിട്ടുള്ള ലിഗാൻസ് വരണം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞിരിക്കും ഇതിങ്ങനെ ഇരിക്കും അല്ലെ, ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കാം. മൂന്നെണ്ണം വയ്ക്കാവുന്നതുകൊണ്ട് നടക്കുന്ന ഒരു വരച്ചു. ഇതിന്റെ ചുറ്റും നമുക്ക് NH3 എന്നല്ലോ, NH3 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 ഈ ഒരു വരി ഇല്ലാത്തത് ഞാൻ കാണാൻ വേണ്ടി വെച്ചാൽ ഇപ്പുറത്തുനിന്ന് വയ്ക്കുമ്പോൾ എങ്ങനെ വരും? മൂന്നെണ്ണം. അത് Cl Cl Cl. ഓക്കെ, ഇനി നമുക്ക് മെറിഡിയൻ വയ്ക്കുമ്പോൾ എങ്ങനെ വരും? കൊബാൾട്ട് നടുക്ക്. അതുപോലെ നേരത്തെ വെച്ചാൽ മൂന്ന് ഒരുമിച്ച ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടുക്ക് CO വരും. അത് കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ ഷേപ്പ് വരാൻ പാടില്ല. അതിന് നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ച് എഴുതാം. NH3 NH3 മൂന്നാമതും കൂടെ അടുത്തടുത്ത് വന്നാലല്ലേ ട്രയാങ്കിൾ ഷേപ്പ് ആവുള്ളൂ. ഇവിടെ നമുക്ക് Cl Cl എഴുതാം. Cl Cl. ഇനി ഇവിടെ Cl വരാൻ പാടില്ല. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ Cl വന്നു കഴിഞ്ഞാൽ ഇത് മൂന്ന് ട്രയാങ്കിൾ ഷേപ്പ് ആവും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഫാക്ക് ഐസോമർ ആവും. ഇവിടെ NH3 വന്നു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ ഫേഷ്യൽ ഐസോമർ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ NH3 ഇവിടെ Cl. ഓക്കെ, ഇപ്പോൾ എന്തായി? ഇത് മെർ ഐസോമർ ആയി. ഓക്കെ, ഇത് ശരിക്കും മരയ്ക്കുമ്പോഴേ ശ്രദ്ധിച്ച് വെക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ട് നടുക്ക് മോളിക്കും താഴേക്കും NH3. ഇങ്ങനെയാണ് സത്യത്തിൽ ഇത് വരുന്നത്. ഓക്കെ, നേരത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണം വന്നു. ഇവിടെ ട്രയാങ്കിൾ വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ NH3 ഇവിടെ NH3. പക്ഷേ ഇവിടെ NH3 ഇടാൻ പാടില്ല. ഇവിടെ Cl ഇടും. ഇപ്പത്തേക്ക് ഇവിടെ Cl വരാൻ പാടില്ല. ഇല്ല, അപ്പോൾ NH3 ഇട്ടു. ഇതാണ് ഫേഷ്യലും മെറിഡിയനും ഐസോമറിസം തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് പരാമർശിക്കാം. ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്നത് നേരത്തെ നമ്മൾ പഠിച്ച സിസ് ഐസോമറിസത്തിലാണ്. ഈ സിസ് ഐസോമറിസത്തിന്റെ ഒരു ഭാഗമാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അതാണ് ഞാൻ താഴേക്ക് എഴുതിയത്. ഈ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിസ് ഐസോമർ ഉണ്ടല്ലോ, അതിന്റെ ഒരു മിറർ ഇമേജ് കാണാൻ പറ്റുന്നതിനാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയാം. അതായത് നേരത്തെ നമ്മൾ വെച്ച സിസ് ഐസോമർ ഉണ്ടല്ലോ, ഇവിടെ വരയ്ക്കാം ഒന്നും കൂടെ. PT NH3 Cl ഇതാണ് നമ്മൾ നേരത്തെ വെച്ച സിസ് ഐസോമർ. ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമറിസം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു കണ്ണാടി എടുക്കുക. ഓക്കെ, അത് വെച്ചിട്ട് മിറർ ഇമേജ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയാം. PT നമുക്ക് ഇത് ഇങ്ങനെ സൈഡിൽ വരും. ഈ പുറത്തുള്ള Cl പുറത്തെ സൈഡിൽ വരും. Cl NH3 പുറത്തെ സൈഡിൽ NH3. ഓക്കെ, ഇതാണ് ഇതിന്റെ മിറർ ഇമേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം പൂർത്തിയായി. ഐസോമറിസം ഇത്ര ഐസോമറിസം ആണ് അറിഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വെർണേഴ്സ് തിയറിയാണ്. വെർണേഴ്സ് തിയറി കണ്ടുപിടിച്ചത് ആൽഫ്രഡ് വെർണർ ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്ര നേരം കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ സെൻട്രൽ മെറ്റൽ ഉണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ ക്രോമിയം NH3 6 times Cl3 ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്തു. ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രോമിയാണ്. ഓക്കെ, അപ്പോൾ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എപ്പോഴും രണ്ട് വാലൻസി ഉണ്ടാവും. അതായത് സെൻട്രൽ മെറ്റൽ ഹാവ് 2 വാലൻസീസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് രണ്ട് വാലൻസി ഉണ്ടാവും, പ്രൈമറിയും സെക്കൻഡറിയും. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി വാലൻസി വിൽ ബി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി സെൻട്രൽ മെറ്റൽ ആറ്റം, ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. പിന്നെ സെക്കൻഡറി വാലൻസി എന്തായിരിക്കും? സെക്കൻഡറി വാലൻസി ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, പിന്നെ ഇതിൽ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് എ കോംപ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ കോർഡിനേഷൻ നമ്പർ. ഷേപ്പ് ഓഫ് എ കോംപ്ലക്സ് ഡിപ്പെൻഡ് ഓൺ കോർഡിനേഷൻ നമ്പർ. അതായത് ഇപ്പോൾ സ്ക്വയർ പ്ലാനർ ആണോ ഒക്ടാഹൈഡ്രൽ ആണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്നതിന്റെ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ ഇപ്പോൾ 4 ആണ് കരുതാം. എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ടെട്രാഹൈഡ്രൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനർ ആയിരിക്കാം. ടെട്രാഹൈഡ്രൽ അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനർ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ആദ്യത്തെ രണ്ട് വാലൻസി ഉണ്ടാവും, പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി. അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും പ്രൈമറി വാലൻസി. സെക്കൻഡറി വാലൻസി എന്തായിരിക്കും? ഇതിന്റെ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? കോർഡിനേഷൻ നമ്പറിനെ ബേസ് ചെയ്തായിരിക്കും. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അത് ചിലപ്പോൾ ടെട്രാഹൈഡ്രൽ ആവാം, സ്ക്വയർ പ്ലാനർ ആവാം. ഓക്കെ, ഇനി വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ഷുഡ് ബി പ്രൊവൈഡിംഗ് വാക്കന്റ് ഓർബിറ്റൽസ് ടു ഫോം കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ ലിഗാൻഡ്സ്. സെൻട്രൽ മെറ്റൽ ആറ്റം ഷുഡ് പ്രൊവൈഡ് വാക്കന്റ് ഓർബിറ്റൽസ് ടു ഫോം കോർഡിനേഷൻ ബോണ്ട്സ് വിത്ത് ലിഗാൻഡ്. ഈ പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റം വാക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, ഈ ക്രോമിയത്തിലെ വാക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NH3 ആയിട്ട് അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഈ പറയുന്ന നമ്പർ ഓഫ് വാക്കന്റ് ഓർബിറ്റൽസ് കോർഡിനേഷൻ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് ദ കോംപ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ മെറ്റൽ. ആറ്റം. ഓക്കെ, നമുക്ക് ടേബിൾ പോലെ പഠിക്കാം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ, അതിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ sp3 ആണ് എഴുതാം. ഓക്കെ, sp3 ആണെങ്കിൽ അത് ടെട്രാഹൈഡ്രൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് നിക്കൽ CO 4 times. അടുത്തത് നോക്കുമ്പോൾ dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അത് സ്ക്വയർ പ്ലാനർ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നിക്കൽ Cn 4 times മൈനസ്. ഓക്കെ, പിന്നെ sp3 d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അത് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ FeH2O 6 times 3+. പിന്നെ D2 sp3 ആണെങ്കിൽ ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ FeCN6 4-. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ഏതൊക്കെ ഷേപ്പ് വരും. എക്സാമ്പിൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. sp3 വരുമ്പോൾ ടെട്രാഹൈഡ്രൽ ഹൈബ്രിഡൈസേഷൻ, dsp2 വരാണെങ്കിൽ സ്ക്വയർ പ്ലാനർ, sp3 d2 വരാണെങ്കിൽ ഒക്ടാഹൈഡ്രൽ, d2 sp3 വരാണെങ്കിൽ ഒക്ടാഹൈഡ്രൽ.
അടുത്തത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മെറ്റലും ലിഗാൻഡും ബോണ്ട്, മെറ്റൽ ആൻഡ് ലിഗാൻഡ് ബോണ്ട് ഈസ് അയോണിക് ഇൻ നേച്ചർ, പിന്നെ പറയുന്നത് പ്രസൻസ് ഓഫ് ലിഗാൻഡ്, d orbitals of central metal atom split into two. ഒരു ലിഗാൻഡിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ഇൻടു ടു സെറ്റ്. അത് ഏതൊക്കെ സെറ്റ് ആണെന്ന് വെച്ചാൽ ഈ പാഠം അത്യാവശ്യം അറിയാം. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പഠിക്കുന്നുണ്ട്, ഒക്ടാഹൈഡ്രലും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെട്രാഹൈഡ്രലും പഠിക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉള്ള ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ആ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്ത്? ഇൻ പ്രസൻസ് ഓഫ് ലിഗാൻഡ് ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് എന്തൊക്കെയായിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ T2G സെറ്റ് ആയിട്ടും T2G സെറ്റ് എന്ന് പറഞ്ഞാൽ DXY, DXZ, പിന്നെ DYZ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. XZ, YZ. ആദ്യത്തെ രണ്ടെണ്ണം എക്സിൽ തുടങ്ങും, ആൽഫബറ്റിക് ഓർഡറിൽ XY അത് കൃത്യമാണ്. പിന്നത്തേൽ Y ഉണ്ടാവില്ല, അപ്പോൾ XZ. പിന്നത്തേൽ X ഉണ്ടാവില്ല, അപ്പോൾ YZ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. T2G സെറ്റിലുള്ളത് അത് ഇങ്ങനത്തെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എഴുതാനുള്ളതാണ്. DXY, DXZ, DYZ. ഓക്കെ, പിന്നെ EG സെറ്റ് ഉണ്ട്. EG സെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DX² മൈനസ് Y സ്ക്വയർ, പിന്നെ DZ². ഓക്കെ, ഈ രണ്ടെണ്ണമാണ് ഉള്ളത് EG സെറ്റിൽ. ഓക്കെ, പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്പ്ലിറ്റിംഗ്. അതേതൊക്കെയാണ്? ഒക്ടാഹൈഡ്രൽ ആൻഡ് ടെട്രാഹൈഡ്രൽ. ഒക്ടാഹൈഡ്രലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ EG സെറ്റ് ഹാസ് ഹയർ എനർജി. ടെട്രാഹൈഡ്രലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ T2G സെറ്റ് ഹാസ് ഹയർ എനർജി. ഇത് പലർക്കും ഡയഗ്രാം വയ്ക്കുമ്പോൾ തെറ്റും. അത് തെറ്റിക്കാണ്ടിരിക്കാൻ എളുപ്പം നോക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ടെട്രാഹൈഡ്രലിൽ T വെച്ച് തുടങ്ങും, അപ്പോൾ T2G സെറ്റ് ആയിരിക്കും മുകളിൽ വരാം. ഓക്കെ, ബാക്കി അപ്പോൾ ഒക്ടാഹൈഡ്രലിനെ പഠിക്കണല്ലോ. ഒക്ടാഹൈഡ്രലിന്റെ എന്തായിരിക്കും? EG സെറ്റ് ആയിരിക്കും. ടെട്രാഹൈഡ്രലിന്റെ T2G സെറ്റ് ആണ് പഠിക്കുക. അതുപോലെ തന്നെ ഡയഗ്രാം വയ്ക്കുമ്പോൾ മുകളിൽ T2G വരുന്നു ഓർത്തിരിക്കുക. ഇനി പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ലിഗാൻഡ്സ് ആൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ബോണ്ടിങ് ബിറ്റ്വീൻ ലിഗാൻഡ്സ് ആൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം. അത് ഇതിന്റെ ഒരു വലിയ പോരായ്മയാണ്. പിന്നത്തെ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിൽ ലിഗാൻഡ്സ് ആർ പോയിന്റ് ചാർജസ് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ലിഗാൻഡ്സ് ആർ പോയിന്റ് ചാർജസ്. ഓക്കെ, ലിഗാൻഡ്സ് ആർ പോയിന്റ് ചാർജസ്. അതുപോലെ തന്നെ ആനയോണിക് ലിഗാൻഡ്സ് ഗ്രേറ്റർ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എഫക്ട് കാണിക്കണം. ഓക്കെ, ദേ മസ്റ്റ് ഷോ ഗ്രേറ്റർ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എഫക്ട്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? ദേ ആർ ഫൗണ്ട് ഇൻ ലോ എൻഡ് ഓഫ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ ലിഗാൻസിനെ പോയിന്റ് ചാർജസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആനയോണിക് ആയിട്ടുള്ള ലിഗാൻസ് കൂടുതൽ ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് എനർജി കാണിക്കണം. പക്ഷേ ഈ പറയുന്ന ആനയോണിക് ലിഗാൻസ് നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എഴുതുമ്പോൾ എന്താണ് അവരെ ഏറ്റവും അവസാനം കിടക്കുന്നത്? അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് എഫക്ട് കാണിക്കില്ലല്ലോ. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് എഫക്റ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസും വീക്ക് ഫീൽഡ് ലിഗാൻസിനെയും സൂചിപ്പിക്കുന്ന രീതിയിലാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. പക്ഷേ ഇതിലെ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ആനയോണിക് ലിഗാൻസ് അവസാനമാണ് ഇരിക്കുന്നത്. അത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറിയുടെ വലിയൊരു ലിമിറ്റേഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്താണ്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ of central metal atom CMA in presence of ligand. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഒന്ന് ഡെഫിനിഷൻ ആയിട്ട് എഴുതും, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി CFSE എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ T2G സെറ്റ് ആൻഡ് EG സെറ്റ്. അത് ഈ ഡയഗ്രാം വയ്ക്കുമ്പോൾ മനസ്സിലാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡി ഓർബിറ്റൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റൽ ലിഗാൻഡിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണം T2G ആയിരിക്കാം, ഒരെണ്ണം EG ആയിരിക്കാം. ഇതിന്റെ ഇടയിലുള്ള ഈ എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ന് പറയാം ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കാര്യം ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റൽ ലിഗാൻഡിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി മെയിൻലി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് രണ്ടെണ്ണം എന്ന് പറഞ്ഞു, ഒക്ടാഹൈഡ്രലും ടെട്രാഹൈഡ്രലും. ഇനി അതിനെ പറ്റിയാണ് പറയുന്നത്. ഒക്ടാഹൈഡ്രലിലെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗ്രാഫ് പോലെ വരയ്ക്കാം. ഇത് ചോദിക്കാറുണ്ട്, ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു വര വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എനർജി എന്ന് മാർക്ക് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റലിന്റെ റെപ്രസെന്റേഷൻ വരയ്ക്കണം. ഓക്കെ, അതിലെ ഡി ഓർബിറ്റൽ നമുക്കറിയാം 5 എണ്ണം ഉണ്ടാവും. 5 എണ്ണം, 1 2 3 4 5. ഓക്കെ, ഇത് നല്ല രീതിയിൽ വരയ്ക്കണം. പെൻ കൊണ്ടല്ല, പെൻസിലുണ്ട്. ഓക്കെ, മെറ്റൽ ഡി ഓർബിറ്റൽ താഴെ എഴുതാം. മെറ്റൽ ഡി ഓർബിറ്റൽ. ഇനി കുറച്ചും കൂടെ മിഡിലായിട്ട് വീണ്ടും ഈ സമാനം തന്നെ വരച്ചേക്കാം. 1 2 3 4 5. എന്നിട്ട് ഇതിന്റെ നടുവിൽ നിന്നും ഇതിന്റെ നടുവിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നടുവിൽ നിന്ന് മേളിലേക്ക് ഒരു കണക്ഷൻ, താഴേക്ക് ഒരു കണക്ഷൻ, നടുവിലേക്ക് ഒരു കണക്ഷൻ. ഓക്കെ, ഇതെന്താണ്? ഇത് BSNL കണക്ഷൻ എടുക്കണം. മേളിൽ നമ്മൾ എന്ത് വയ്ക്കും? ഒക്ടാഹൈഡ്രൽ ആണ്. ഒക്ടാഹൈഡ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ടെട്രാഹൈഡ്രൽ ആണ് T2G മുകളിൽ വരുന്നത് പറഞ്ഞത് ടെട്രാഹൈഡ്രൽ. അപ്പോൾ ഒക്ടാഹൈഡ്രൽ എന്ത് വരും? EG മുകളിൽ വരും. ഓക്കെ, EG മുകളിൽ വരും. ഇനി ഇത് മറന്നു പോകാണെങ്കിൽ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കണ്ട കോഴിമുട്ട EGG എഗ്. ഓക്കെ, കോഴിമുട്ട ആദ്യം. അപ്പോൾ രണ്ടെണ്ണമാണ് വരേണ്ടത്. ഓക്കെ, മുകളിൽ ഇത് EG എന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചു EG താഴെ എന്താണ് വരിക? DX² മൈനസ് Y², പിന്നെ DZ². ഇത്ര ഓർത്തുല്ലോ. അപ്പോൾ താഴത്തി മറിയാം. താഴെ T2G ആയിരിക്കും. T2G. ഇവിടെ EG എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം, 1 2. T2G എന്ന് പറയുമ്പോൾ 1 2 3 വരെ. ഓക്കെ, ഇങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ ഇടയിലുള്ള എനർജി ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡെൽറ്റ എന്ന് പറയാം. ഡെൽറ്റ O എന്ന് പറയാം.
അതുപോലെ തന്നെ ഇവിടെ ഇതിനെ സ്റ്റേറ്റ് 1 എന്നാണ് പറയാം. അപ്പോൾ ഇതിനെ സ്റ്റേറ്റ് 2 എന്ന് പറയാം. സ്റ്റേറ്റ് 2. പിന്നെ ഇതിന്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് എത്രയാണ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +0.6 ആണ്, ഇവിടെ -0.4 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും 6ഉം 4ഉം ഈ പ്ലസും മൈനസ് മാറ്റി വെച്ച് ഈ 6ഉം 4ഉം കൂടി എത്രയോ 7, 8, 9, 10 അതായത് പോയിന്റ് ആണ്. അപ്പോൾ എന്ത് വരും 0.6 + 0.4 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ടോട്ടൽ. ഓക്കെ, ജസ്റ്റ് വെറുതെ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. മേളിൽ എഗ് എന്ന് വരുമ്പോൾ മേളിൽ 6 വരും. ഓക്കെ, അത് പോകുന്നില്ലെങ്കിൽ ഈ 6ന്റെ ഉള്ളിലും ഒരു കോഴിമുട്ട ഉണ്ട് ഇങ്ങനെ 6ന്റെ ഉള്ളിൽ കോഴിമുട്ട, അപ്പോൾ 6 ആദ്യം വരും. ഓക്കെ, പിന്നെ ടെട്രാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് എങ്ങനെ പഠിക്കാം? ഇതേ സാധനം എനർജിയുടെ ഒരു ഗ്രാഫിന്റെ ഡയഗ്രാം വയ്ക്കാം. എനർജി, പിന്നെ നമ്മൾ സ്റ്റേറ്റ് 1 വരയ്ക്കുന്നു, മെറ്റൽ ഡി ഓർബിറ്റൽ. വേണമെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 എഴുതിയാലും മതി. പിന്നെ ഇതിന്റെ നടുവിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് എടുക്കുന്നു, ഒരു മിഡിലായിട്ട് നമ്മൾ അടുത്തത് വരയ്ക്കുന്നു. 1, 2, 3 സ്റ്റേറ്റ് 2. അടുത്തത് നേരെ വരയ്ക്കുന്നു, പോട്ട് താഴോട്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കറിയാം ഇതെന്താണ് ടെട്രാഹൈഡ്രൽ ആണ്, ടി വെച്ച് തുടങ്ങണം. അപ്പോൾ T2G. ഓക്കെ, അത് നമ്മൾ മുകളിൽ വരയ്ക്കുന്നു. T2G എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ട്, 3 എണ്ണം T2G 1, 2, 3 1, 2, 3. ഇതിന്റെ പേരുകൾ എഴുതാലോ? നേരത്തെ പേരുകൾ എഴുതിയില്ല, ഇതിന്റെ താഴെ പേരുകൾ എഴുതാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു DXY, അതുപോലെ ഇവിടെ DXZ, പിന്നെ DYZ, ഇവിടെ അതുപോലെ തന്നെ DXY, DXZ, DYZ. പിന്നെ താഴെ 2 എണ്ണം, അത് ഏതൊക്കെയായിരിക്കും? EG. ഓക്കെ, ഇതെന്തായിരിക്കും DX² - Y², അതുപോലെ തന്നെ DZ². ഇനി ഇതിന്റെ ഇടയിലുള്ള എനർജി ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെൽറ്റ ടി എന്ന് വിളിക്കും. പിന്നെ ഇതിന്റെ എനർജി ഗ്യാപ്പ് എത്രയാണ്? ഈ ഗ്യാപ്പിനെ പറയുന്നത് എന്ത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ആ സ്റ്റെബിലൈസേഷൻ എനർജി ആണ് ഈ ഗ്യാപ്പ്. ഇനി ആ ഗ്യാപ്പിലെ മുകളിൽ എന്ത് വരും? ഇവിടെ +0.4. നേരത്തെ ഇതിൽ താഴെ ആയിരുന്നു, മുകളിൽ വരുന്നത് എപ്പോഴും പ്ലസും താഴെ വരുന്നത് മൈനസും ആയിരിക്കും. ഇനി ഒക്ടാഹൈഡ്രലാണെങ്കിൽ 0, 6, ആ 6ന്റെ ഉള്ളിൽ മുട്ട പോലെ ഉണ്ട്. ആ ഒക്ടാഹൈഡ്രൽ ഓ ആദ്യം വരുന്നത് മുകളിൽ വരും, പിന്നെ താഴെ 4 വരും, ഇവിടെ 4 മുകളിൽ വരും, താഴെ 0.6 വരും, മൈനസ് വരും. ഓക്കെ, ഇത്രയാണ് എന്തുള്ളത് ടെട്രാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. അപ്പോൾ രണ്ടിന്റെയും ഡയഗ്രാം പഠിച്ചു. ഇനി അടുത്തത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്? ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എടുത്ത് ചോദിച്ചു. ഇത് പലരും മിസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ CO ആസ് ലിഗാൻഡ്. നമുക്കറിയാം CO എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പഠിച്ചിട്ടുണ്ടായി കാർബോണൈൽ. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പഠിക്കുന്നില്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട് ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നിക്കൽ കാർബോണൈൽ 4 ടൈംസ്, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ക്രോമിയം കാർബോണൈൽ 6 ടൈംസ്. ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇനി എന്താണ് മെറ്റൽ കാർബോണൈൽസ് ബോണ്ടിങ്? മെറ്റൽ കാർബോണൈൽസ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ കാർബൺ ബോണ്ടിങ് ആണ്. മെറ്റൽ കാർബൺ ബോണ്ടിങ്. ഇതിന് 2 നേച്ചർ ഉണ്ട്. ഒന്ന് സിഗ്മ നേച്ചറും അതുപോലെ തന്നെ പൈ നേച്ചറും. ഇത് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിഗ്മ നേച്ചറും പൈ നേച്ചറും. സിഗ്മ നേച്ചർ എവിടെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കന്റ് ഓർബിറ്റൽസ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, ആൻഡ് ഫിൽഡ് ഓർബിറ്റൽസ് 2 സ്ഥലത്തുണ്ടാവും. ആൻഡ് ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് കാർബൺ ഗ്രൂപ്പ് കാർബോണൈൽ CO. ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് COയിലും അതുപോലെ തന്നെ വാക്കന്റ് ഓർബിറ്റൽസ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലും സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും. പൈ ബോണ്ട് എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കന്റ് ഓർബിറ്റൽസ് ഓഫ് ലിഗാൻസും ആൻഡ് ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലും. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ മെഡിസിനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ഇൻ കീമോതെറാപ്പി. പിന്നെ ബയോളജിക്കൽ സിസ്റ്റം അതിലെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഈസ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന Feയുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഇത് ഹീമോഗ്ലോബിൻ. നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഹീമോഗ്ലോബിൻ Feയുടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ആൻഡ് അതുപോലെ തന്നെ എക്സാമ്പിൾ ആണ് ക്ലോറോഫിൽ ചെടികളുള്ളത്. അത് എന്തിന്റെ കോമ്പിനേഷൻ കോമ്പൗണ്ട് ആണ്? ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മാഗ്നീഷ്യം. ഓക്കെ, ഇത് രണ്ടും 1 വേർഡ് ആയിട്ട് എടുക്കാൻ ചോദിക്കാറുള്ളതാണ്. ക്ലോറോഫിൽ മാഗ്നീഷ്യത്തിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, ഹീമോഗ്ലോബിൻ അയണിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാം. Why NiCl4 പാരാമാഗ്നറ്റിക് while NiCO4 is diamagnetic? ഇത് കാർബണൈൽ ഗ്രൂപ്പാണ്, ഇവിടെ മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NiCO4 has all paired electron. This don't show magnetic property. No magnetic properties. നമുക്കറിയാം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അധികം കാണിക്കാത്തതിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അധികം കാണിക്കാത്തതിനെയാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. പാര ഫെറാമാഗ്നറ്റിക് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, ഏറ്റവും താഴെയാണ് ഡയാമാഗ്നറ്റിക്. അത് അത്യാവശ്യത്തിന് ലേശം മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ, വീക്കിലി അട്രാക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 3d10. ഇപ്പൊ നമ്മൾ ഇത്ര പഠിച്ചത് വെച്ച് ചോദ്യം ഉത്തരം ഉണ്ടാവുന്നതേ ഉള്ളൂ. NiCO എന്ന് പറയുമ്പോൾ എന്തിനാണ്? കാർബണൈൽ ബോണ്ട് ഉണ്ട്. ആ ഒരു കാര്യം ആദ്യം എഴുതുക. അതുപോലെ തന്നെ ഇതിലെല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറവായിരിക്കും കാണിക്കുക. അതേസമയം NiCl4 ആണെങ്കിൽ CL4ന്റെ എല്ലാം പെയർഡ് അല്ല, അതുകൊണ്ട് അത് എന്ത് കാണിക്കും? പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. അടുത്തത് സിമിലർ ടൈപ്പ് ഓഫ് ചോദ്യമാണ്, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. FeH2O 6 times 3+ is strongly paramagnetic. H2O എന്ന് പറഞ്ഞാൽ aqua. പിന്നെ Y FeCN6 times 3+ is weakly paramagnetic. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന H2O അടങ്ങിയ കോമ്പൗണ്ട് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. അതിന് കാരണം ഈ പറയുന്ന H2O ആണ്. ഈ H2O എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇത് എന്ത് കാരണമാകും? ഹൈ സ്പിൻ കോംപ്ലക്സിന് കാരണമാകും. അതുപോലെ തന്നെ ഈ പറയുന്ന Fe യുടെ ചാർജ് ഇതിന്റെ ബാക്കിൽ ഇതിന്റെ 3+ ആണ്. അപ്പോൾ Fe 3+
അയൺ എന്തുണ്ട് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് രണ്ടും എന്തിന് കാരണമാകും സ്ട്രോങ് പാരാമാഗ്നറ്റിസത്തിന് കാരണമാകും കാരണമാകും. അതേസമയം FeCN6 3+ എടുക്കുകയാണെങ്കിൽ ഇത് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. അതിന് കാരണം ഇതിൽ സയനൈഡ് ആണുള്ളത്. സയനൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് കോസസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്. നമ്മൾ നേരത്തെ ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ആയിരിക്കും. അതുകൊണ്ട് ഈ സ്പ്ലിറ്റിംഗ് കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. ലോ അൺപെയർഡ് ഇലക്ട്രോൺസ്, അതുകൊണ്ടാണ് ഇത് വീക്കർ പാരാമാഗ്നറ്റിക്. അടുത്ത് പഠിക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇവിടെ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് നമ്മൾ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ കാണി ഇതിന്റെ ചാർജ് എന്ത് കാരണമാകും സ്റ്റെബിലിറ്റിക്ക് കാരണമാകും. അതുപോലെ റീസൺ ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ് അതും കോർഡിനേഷൻ കോമ്പൗണ്ടിനെ സ്റ്റെബിലിറ്റിക്ക് ബാധിക്കും. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ചിലേറ്റ് ലിഗാൻഡ് എന്താണ് നമ്മൾ തുടക്കത്തിലേ പഠിച്ചു. അത് ഓർമ്മയുള്ളവർ ഇപ്പോൾ കമന്റ് ബോക്സിൽ നോക്കാതെ കമന്റ് ചെയ്യാം. ഓക്കെ, ഈ ചിലേറ്റ് ലിഗാൻഡിൽ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. പിന്നെ അവസാനത്തെ ഒരു കാരണം പറഞ്ഞാൽ സൈസ് ഓഫ് മെറ്റൽ അയൺ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഡിപെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ്. അതുപോലെ തന്നെ കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ചോദിക്കാറുണ്ട്. അതോടെ ചാപ്റ്ററിലാണ് കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാരണമാകും ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം അതിൽ ലൈറ്റ് സൂട്ടബിൾ ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് വിസിബിൾ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കും. ട്രാൻസിഷൻ മെറ്റൽസ് ക്യാൻ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ആ ചാപ്റ്ററിൽ പഠിച്ചത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ക്യാൻ ഫോം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ആ ഒരു കാരണം തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് DD ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺസ് കാരണം കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കും. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ഒക്കർ. നമ്മൾ പറഞ്ഞു ലിഗാൻഡിന്റെ പ്രസൻസിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ ലിഗാൻഡ്സ് പ്രസന്റ് അല്ലെങ്കിൽ പിന്നെന്താ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ഒക്കേഴ്സ്. സോ സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് പറയുന്നത് കളർ ഓഫ് എ കോംപ്ലക്സ് ഈസ് കോംപ്ലിമെന്ററി കളർ ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ്. ഡി ബ്ലോക്ക് ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യം പറയുന്നത് കളർ ഓഫ് കോംപ്ലക്സ് ഈസ് കോംപ്ലിമെന്ററി കളർ ഓഫ് ലൈറ്റ് അബ്സോർബ്. ഇനി ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ടൈറ്റാനിയം അതുപോലെ H2O 6 times 3+ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. Cu H2O 4 times 2+ എന്താണ് ബ്ലൂ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ സംഭവം ഇത് ചൂടാക്കി കഴിഞ്ഞാൽ when these two compounds are heated ഇതിലുള്ള H2 എന്തായി പോകും ആവിയായിട്ട് പോകും. പിന്നെ ഈ Cu പിന്നെ Ti മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ അതെന്താവും കളർലെസ് ആവും അല്ലെങ്കിൽ വൈറ്റ് കളർ ആവും. അതിന് കാരണം എന്താണ് H2O ലിഗാൻഡ് ഇവാപറേറ്റ്. ഇവിടെ ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി വർക്ക് ആവുന്നത്. അപ്പോൾ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിൽ H2O പോകും. അങ്ങനെ എന്ത് സംഭവിക്കും ലിഗാൻഡിന്റെ ആബ്സെൻസിൽ സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.